എന്താ ചോദിക്കുക, ആള് ചോദിക്കുന്നത് എന്താ വെച്ചാൽ മൊത്തം കൂരി വാരി തേച്ചിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആളെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതൊക്കെ അങ്ങനെ റെഡിയാവും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മേക്കപ്പാടാ. അപ്പോൾ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചുമ്മാ പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുക ദൈവം. പക്ഷെ സൂപ്പർ. അന്ന് ഞാൻ വിലയിരുത്തി ജാനുവിനെ സത്യം. കാരണം എനിക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സാധനം വീഡിയോയിൽ വന്നപ്പോൾ ഭയങ്കര ഒരു അതിന് പറയാൻ പറ്റില്ല നമുക്ക് വാക്കുകൾ. അപ്പോൾ തന്നെ ജാനുവിനെ നമ്പർ ഞാൻ വാങ്ങിച്ചു, തിരിച്ചു വാങ്ങിച്ചു. പക്ഷെ ഞങ്ങൾ ഒരു കോളും ചെയ്തിട്ടില്ല അല്ലേ. ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ട് അതാണ് നമ്മളുടെ ലൈഫിന്റെ ഓരോ കണക്ഷൻസ് അല്ലേ. ഒരു സെറ്റ് പറഞ്ഞൊരു സുഹൃത്ത് എൻ്റെ ബിഗ് ബോസിൽ എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞത് എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, എൻ്റെ ഒരു വാലായിട്ട് ഇരിക്കുന്ന ഒരു ആളാണ് ചിന്തിച്ചിട്ട് താങ്ക് യു. അത് ഇവരെ കാണുന്ന ഞാൻ ബിഗ് ബോസിലാണ്. ഒരു കോള് പോലും ജാനുവിനെ വിളിച്ചിട്ടില്ല, ജാനു എന്നെ വിളിച്ചിട്ടില്ല അല്ലേ. പക്ഷെ ഞാൻ അറിയുന്നുണ്ട് ജാനുവിൻ്റെ വളർച്ച, എൻ്റെ വളർച്ച ജാനു അറിയുന്നുണ്ട് ഇല്ലേ. അതിനൊരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയ്ക്ക് അല്ലേ ജാനു. യെസ്. അപ്പോൾ ഒരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കലില്ല. മേക്കപ്പ് ചെയ്യാനുള്ളത് ഒരു കഴിവാണ്. ആ കഴിവിനെ ജാനു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കുള്ളൂ. ആരുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്. നമ്മൾ പഠിപ്പിച്ച് തരുന്ന ആരായാലും നമ്മുടെ എക്സ്പീരിയൻസ്. നല്ലൊരു ഡോക്ടറാണെങ്കിൽ സമയമെടുക്കും, നല്ലൊരു വക്കീലാവാൻ സമയമെടുക്കും, എന്ന പോലെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനും സമയമെടുക്കും. അപ്പം നമ്മുടെ സുന്ദരിമാരെ കൂടെ നിൽക്കാണ് ഇനി ഇവർ സംസാരിക്കും. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ്. കുറച്ച് ലേറ്റായി പോയി, ട്രാഫിക്കിനെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലേറ്റായി പോയി. പിന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജാൻമണി ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ റെഡി ആയിട്ട് വരുന്നത്. അപ്പം എന്നിട്ട് കുറച്ച് ലേറ്റായി പോയി. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും അറിയാം ഞാൻ ജാൻമണി ചേച്ചിയും കണക്ട് ആവുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ്. അതിന് മുന്നേ നമ്മൾ ഒരുപാട് ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ്. അവിടെ വെച്ചും എനിക്ക് തോന്നുന്നു ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു. കാരണം ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മുടെ നെഗറ്റീവ്സും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ടല്ലെങ്കിലും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും നമ്മുടെ അടുത്ത സുഹൃത്തെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജാൻമണി ചേച്ചിക്ക് എന്നോടും തിരിച്ച് അങ്ങോട്ടും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഈ ജസ്റ്റ് കുറച്ചു മുന്നേ വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും. പക്ഷെ എന്നാൽ പോലും ഒരു ലൈക്ക് സിസ്റ്റർ അങ്ങനത്തെ ഒരു അഫക്ഷനാണ് അങ്ങോട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ്. പക്ഷെ ഇത്രയും സ്ത്രീകള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. അല്ലെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യപരമായിട്ടിരിക്കുക. ലവ് യു ഓൾ. അതെ, അത് ഉറപ്പായിട്ട് വരുമല്ലോ. എന്തായാലും ജാൻമണി ചേച്ചിയുടെ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു കോമണറാണ്. അപ്പൊ ഇതുപോലുള്ള വേദികളിൽ സാധാരണ പങ്കെടുക്കാറില്ല, വന്നിട്ടില്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നെ മേക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് സീരിയസ്ലി ഞാൻ മേക്കപ്പ് ഇപ്പോഴാണ് ചെയ്തു തുടങ്ങിയത്. ഇതാണ് എന്റെ സെക്കൻഡ് മേക്കപ്പ്. ഇപ്പൊ ഏത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതും സെക്കൻഡ് മേക്കപ്പ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കൂടുതൽ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കൂടുതൽ യാത്രയാണ്. അപ്പൊ ഫുൾ ടൈം മുടിയൊക്കെ വെട്ടി ബോബൊക്കെ അടിച്ച് അങ്ങനെ തോന്നിയ പോലെ നടക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ മേക്കപ്പിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ലൈക്ക് ഇന്നാണ് കുറച്ചധികം മേക്കപ്പ് ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി മേക്കപ്പ് ഒരു കലയാണ്. അതൊരു ചെറിയ പണിയല്ല, അതിന് ഒരുപാട് കഴിവുകൾ വേണം. അങ്ങനെ സാധാരണ പറ്റുന്ന പണിയൊന്നുമല്ല മേക്കപ്പ് എന്ന് പറയുന്നത്. അത് ജാൻമണിക്ക് ആ ഒരു കഴിവുണ്ട്. അത് ജാൻമണി നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്ക് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നതിൽ എനിക്കും ഹാപ്പിയാണ്. പിന്നെ ജാൻമണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ബിഗ് ബോസിൽ നിന്നിട്ടുള്ളെങ്കിലും ഞാൻ പോയപ്പോ സോ മച്ച് ജാനു ഇവിടെ ഇൻവൈറ്റ് ചെയ്തേന്. പിന്നെ മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാനുവിന്റെ മേക്കപ്പ് ബോക്സ് ആണോ എന്റെ മേക്കപ്പ് ബോക്സ് ആണോ വലുത്? ജാനു ഇവിടെ മോർണിംഗ് മുതൽ ഞാനൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് എടുത്തിരിക്കാറില്ല. 2-3 പിക്കറ്റ് മേക്കപ്പ് ബ്ലോ ഡ്രൈ ഇട്ട ഫൗണ്ടേഷൻ കറക്റ്റ് തന്നെ. അത് നമ്മൾ സ്വന്തം റെഡി ആയിട്ട് നമ്മൾ ഇരിക്കുന്നത് നല്ല സ്വഭാവമാണ്.
പക്ഷെ ആള് നിങ്ങളെ എല്ലാവരും ജോലി കളഞ്ഞു അത്രയൊന്നും പറയാനുണ്ട്. പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒബ്വിയസ്ലി ജാൻമുനിയാണ്. അപ്പൊ ആളുടെ ഒരു 1 day വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ഓൾ ആർ ലക്കി. ഇപ്പൊ ഞാൻ ജാനുവിന്റെ അസിസ്റ്റന്റിനോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഒരു പെർഫെക്ഷൻ ആയാലും ആ ഒരു ഫിനിഷിംഗ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ജാനു തന്നെയാണെന്ന് പറയുന്നത്. സോ യു ഗൈസ് ആർ ലക്കി. ഇനി ജാനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ നമ്മൾ അത്ര കണക്ഷൻ, ഞാൻ നോക്കുമ്പോ ജാനു എനിക്ക് വിറ്റ് പോകണം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ജാനുമായിട്ട് നമ്മൾ കൂടുതൽ കമ്പനിയായ. ഇപ്പോ ഇന്ന് ലാസ്റ്റ് വീക്കെൻഡ് ജാനു ചെറിയ വിഷമമായപ്പോ ഫസ്റ്റ് വിളിച്ചത് എന്നെയാണ്. അപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് വന്നു. അപ്പൊ നമ്മൾ ഞാൻ എണീറ്റിട്ട് എനിക്ക് വീട്ടിലോ അങ്ങനെ അവർക്ക് എനിക്ക് പേടി. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് എണീറ്റ് മടികൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ലവ് യു ചിന്തിച്ചാ. സോ ലവ് യു ടു. അയ്യോ താങ്ക് യു. സോ അഭിഷേക് ഇത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങളുടെ റീല് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, അതെല്ലാവരും കാണണം. ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അപ്പം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും അറിയാം, അതായത് മേക്കപ്പ് ഒരു നമ്മളിപ്പോൾ സ്ഥലത്ത് പോകണമെങ്കിലും എന്ത് ചെയ്താലും പിറ്റേ ദിവസം നമ്മൾ തൂത്തഴിച്ചാൽ പോകും. ദെൻ മേക്ക് ഓവർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ബോഡി നിങ്ങൾ മേക്ക് ഓവർ ചെയ്യുക, പോസ്റ്റർ കറക്ഷൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മേക്കപ്പ് ഇട്ടാൽ വേറെ സ്റ്റൈലായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വേറെ സംഭവം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മന്ത്രിയായിട്ടൊരു കരാർ സൈൻ ചെയ്തായിരുന്നു. നമ്മുടെ ടീം അതായത് 5000 ഫിറ്റ്നസ് സെൻ്ററാണ് നമുക്കിവിടെ കേരളത്തിലേക്ക് അവർ അത്യാവശ്യം ലോണൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഒരു കണ്ടെയ്നറിൻ്റെ വലുപ്പം മതി ഒരു ഫിറ്റ്നസ് സെൻ്റർ കുറച്ച് സാധനങ്ങളുണ്ടാവും. അപ്പം നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൻ്റെ മുകളിൽ നിങ്ങൾ തന്നെ ഒരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്, അത് റൺ ചെയ്യാൻ നിങ്ങൾക്ക് 2 വരുമാനമുണ്ടാവും. അപ്പം എപ്പോഴും ഒരു മേഖലയിൽ മാത്രമല്ല അതിൻ്റെതായ അതായത് അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്ലാമറിനെ വർദ്ധിക്കുന്ന കാര്യങ്ങളാണ്.